ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ്. എൻ്റെ പേര് പഠിച്ച. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ കാർഡാണ് കേട്ടോ. ഇത് ആരുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം, വീഡിയോയുടെ എൻഡിൽ പറയാം. അപ്പോൾ ഇന്നത്തെ പോലെ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ. ഈ ബർത്ത്ഡേ കാർഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു ബ്ലൂ കളർ ചാർട്ട് പേപ്പറാണ്, ഈ ഒരു സൈസിൽ. ഫസ്റ്റിൽ നമുക്കിത് സെൻറ്ററിൽ നിന്ന് മടക്കാം. അതിനുശേഷം ഒരു വൈറ്റ് പേപ്പർ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കണം. പേപ്പർ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഗം വേയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറ്റ് പേപ്പറിൽ 4 സൈഡിൽ മാത്രമേ ഗം വേയിക്കാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ എല്ലായിടത്തും തേച്ചു, അതുകൊണ്ട് തന്നെ അത് ഒട്ടിച്ചപ്പോൾ അവിടെ ഗം ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരുമാതിരി പേപ്പർ ഇങ്ങനെ ചുളുങ്ങി പിടിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം അങ്ങനെ വരാതിരിക്കാനായിട്ട് 4 സൈഡിൽ മാത്രം ഗം വേയിച്ചാൽ മതി. ഇനി നമുക്കൊരു ഹാർട്ട് വെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ ഈ ഒരു സാധനം വെച്ച് ഹാർട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള വല്ല സാധനം ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് വരച്ച് വെട്ടിയെടുക്കാം. അഥവാ ഇല്ലെങ്കിൽ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ ഹാർട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ്, സിമ്പിൾ വേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൊട്ടിക്കാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഹാർട്ടിന് ചുറ്റും പേൾ ഒട്ടിച്ചു കൊടുക്കാം. ഹാഫ് പേൾ.
ബോട്ടിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമ്മൾ 4 സൈഡിലും 3 പേള് വീതം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഭംഗി കിട്ടാനായി ഞാൻ ഹാൻ്റെ താരെ പേള് നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനായി നമുക്കൊരു സ്കെയിൽ വെച്ച് നീളത്തിൽ വരച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് പേൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വേറൊരു ചാർട്ട് പേപ്പർ എടുത്ത് ഇങ്ങനെ മടക്കുക. അത് നിവർത്തിയെടുക്കുക. അതിനുശേഷം ഈ ഒരു മെത്തഡിൽ മടക്കുക. നമ്മൾ നേരത്തെ അങ്ങനെ മടക്കിയത് ഇങ്ങനെ മടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. ഇനി സെന്ററിൽ ഗം വെച്ച് ഒട്ടിക്കുക. ഇനി നമുക്ക് ഇത് സെന്ററിൽ ഒട്ടിച്ചു കൊടുക്കാം.
നമുക്ക് കുറച്ച് കുഞ്ഞി കുഞ്ഞി ഹാർട്ട്സ് വേണം. അതിനായി ഇനി ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് അത് മടക്കാം. എന്നിട്ട് ആ മടക്കിയ ആ ഒരു ഭാഗമില്ലേ, അവിടെ നമുക്ക് ഹാഫ് ലവ് വരയ്ക്കണം. ആ ഹാഫ് ലവ് വരച്ച് വെട്ടിയെടുക്കണം. ഇതേ കണക്ക് കുറച്ച് ലവ് വെട്ടിയെടുക്കാം. ഇനി ഈ വെട്ടിയെടുത്ത എല്ലാ ലവ്സും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ വീശറിയുടെ മുകളിൽ ഇപ്പം ഒട്ടിക്കുന്നില്ലേ, അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ ടെക്സ്റ്റ് എഴുതിയെടുത്ത് നമുക്ക് കോഡ്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ബർത്ത്ഡേനെ കുറിച്ചുള്ളത് എഴുതാം. അപ്പം ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞായിരുന്നു ഇത് ആരുടെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറയാമെന്ന്. ഇത് ആരുടെ ആണ് ബർത്ത്ഡേന്ന്. അത് വേറെ ആരുടെയും ബർത്ത്ഡേ അല്ല, എൻ്റെ സ്വന്തം ബർത്ത്ഡേ, എൻ്റെ മാത്രം ബർത്ത്ഡേ. അപ്പം നാളെ 18-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. 18-ാം തീയതി ഒക്ടോബർ 18-ാം തീയതി എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ 2 സ്ഥലത്ത് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു മീയും പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു ദ സ്മാർട്ടസ്റ്റ് ഫണ്ണിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ് ആൻഡ് ദാറ്റ്സ് മീ. അപ്പോൾ ആ രണ്ടിടത്തും ഈ 2 കോഡ്സ് കൊടുക്കണമെന്നൊന്നും ഇല്ല, ഇഷ്ടമുള്ള കോഡ്സ് കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ആ 2 എണ്ണമാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എടുത്തോളൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.